أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا أوفوا بالعقود أحلت لكم بهيمة الأنعام إلا ما يتلى عليكم غير محل الصيد وأنتم حرم. إن الله يحكم ما يريد. സത്യവിശ്വാസികളെ, നിങ്ങൾ കരാറുകൾ നിറവേറ്റുക. പിന്നീട് നിങ്ങൾക്ക് വിവരിച്ച് തന്നിട്ടുള്ളതായ ആടുമാടൊട്ടകം എന്നീ ഇനങ്ങളിൽപ്പെട്ട മൃഗങ്ങൾക്ക് നിങ്ങൾ അനുവദിക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ നിങ്ങൾ ഇഹ്റാമിൽ പ്രവേശിച്ചവരായിരിക്കെ വേട്ടയാടുന്നത് അനുവദനീയമാക്കരുതേ. തീർച്ചയായും അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്നത് വിധിക്കുന്നതാണ്. يا أيها الذين آمنوا لا تحلوا شعائر الله ولا الشهر الحرام ولا الهدي ولا القلائد ولا البيت الحرام يبتغون فضلا من ربهم ورضوانا وإذا حللتم فاصطادوا ولا يجرمنكم شنآن قوم أن صدوكم عن المسجد الحرام أن تعتدوا وتعاونوا على البر والتقوى ولا تعاونوا على الإثم والعدوان واتقوا الله إن الله شديد العقاب. സത്യവിശ്വാസികളെ, അല്ലാഹുവിന്റെ മതചിഹ്നങ്ങളെ നിങ്ങൾ അനാദരിക്കരുത്. പവിത്രമായ മാസത്തെയും, അതായത് കഅബത്തിലേക്ക് കൊണ്ടുപോകുന്ന ബലിമൃഗങ്ങളെയും അവയുടെ കഴുത്തിലെ അടയാളത്താലികളെയും നിങ്ങളുടെ രക്ഷിതാവിന്റെ അനുഗ്രഹവും പൊരുത്തവും തേടിക്കൊണ്ട് വിശുദ്ധ മന്ദിരത്തെ ലക്ഷ്യമാക്കി പോകുന്ന തീർത്ഥാടകരെയും നിങ്ങൾ അനാദരിക്കരുത്. എന്നാൽ ഇഹ്റാമിൽ നിന്ന് നിങ്ങൾ ഒഴിവായാൽ നിങ്ങൾക്ക് വേട്ടയാടാവുന്നതാണ്. മസ്ജിദുൽ ഹറാമിൽ നിന്ന് നിങ്ങളെ തടഞ്ഞു എന്നതിന്റെ പേരിൽ ഒരു ജനവിഭാഗത്തോട് നിങ്ങൾക്കുള്ള അമർഷം, അതിക്രമം പ്രവർത്തിക്കുന്നതിന് നിങ്ങൾ ഒരിക്കലും പ്രേരകമാകരുത്. പുണ്യത്തിലും ധർമ്മനിഷ്ഠയിലും നിങ്ങൾ അന്യോന്യം സഹായിക്കുക. പാപത്തിലും അതിക്രമത്തിലും നിങ്ങൾ അന്യോന്യം സഹായിക്കരുത്. നിങ്ങൾ അല്ലാഹുവെ സൂക്ഷിക്കുക. തീർച്ചയായും അല്ലാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണ്. അല്ലാഹു റഹീമാണ്, കരുണാനിധിയാണ്. അല്ലാഹു കാരുണ്യവാനാണെന്നൊക്കെ പറയുമ്പോൾ അതേ പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, അല്ലാഹു നിങ്ങളെ കഠിനമായി ശിക്ഷിക്കുന്നവനാണ്. ഇത് ചർച്ചയില്ല. അല്ലാഹുവിന്റെ ഈ കാര്യത്തിൽ ചർച്ചയില്ല. ഏതാണ് അല്ലാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണ് എന്നത് പറയുന്നില്ല. പക്ഷേ കരുണാനിധിയായി കാരുണ്യവാനായ പടച്ച തമ്പുരാൻ അല്ലാഹു മനുഷ്യനെ അദാബുകളിൽ പെടുത്തിക്കൊണ്ട് ഈ ലോകത്ത് നിന്ന് മറ്റൊരു ലോകത്തിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്.
അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ റഹ്മാനും റഹീമുമാണ്, ഏറ്റവും കാരുണ്യവാനാണെന്ന് പറയുമ്പോൾ അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ മറ്റു സ്ഥലത്ത് പറയുകയാണ് ഇന്നല്ലാഹ ശദീദുൽ ഇഖാബ്. അല്ലാഹു എന്താണ്? തീർച്ചയായും കഠിനമായി ശിക്ഷിക്കുന്നവനാണ്. ഞാനും നിങ്ങളും അതാ ഭൂമിയിൽ എന്തെല്ലാം പ്രശ്നങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. മനസ്സിനെ പിടിച്ചു കുലുക്കുന്നതായ ഹൃദയഭേദകമായ താങ്ങാൻ പറ്റാത്ത രീതിയിലുള്ളതായ കെടുതികളതാ ദുരിതങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പ്രദേശത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉന്മൂലനം ചെയ്ത് കളയുകയാണ്. ഒരു വിഭാഗത്തെ അല്ലാഹു നശിപ്പിച്ചു കളയുകയാണ്. പ്രിയമുള്ള ജനങ്ങളെ, നിങ്ങൾ അല്ലാഹുവിലേക്ക് അടുക്കണേ. വാതോരാതെ എല്ലാ ദിവസവും ഇങ്ങനെ പറയുകയാണ്, നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കണേ, അല്ലാഹുവിനെ നിങ്ങൾ ആരാധന ചെയ്യണേ. അവന്റെ ആരാധനയ്ക്കല്ലാതെ മനുഷ്യരാശി ആരെയും അവൻ സൃഷ്ടിച്ചിട്ടില്ല. പരിശുദ്ധ ഖുർആൻ നമുക്കറിയാവുന്ന ആയത്തുകളാണ്, എപ്പോഴും കേട്ടുകഴിഞ്ഞതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ച തമ്പുരാൻ എല്ലാവരെയും സൃഷ്ടിച്ചിട്ട് മാർഗദർശനം നൽകിയിട്ട് എല്ലാ കാര്യങ്ങളെ കുറിച്ചും വ്യക്തമായി ഓരോ നിർദ്ദേശങ്ങളും ഓരോ സമൂഹത്തിനും, ഓരോ വ്യക്തികൾക്കും, ഓരോ സമൂഹത്തിനും, ഓരോ എല്ലാ കാര്യങ്ങളും ഓരോ ആളുകൾക്കും നൽകിയിട്ടുണ്ട്. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും തലച്ചോറും അല്ലാഹു നൽകിയിട്ടുണ്ട്. എന്നിട്ടും മനുഷ്യൻ ചിന്തിക്കുന്നില്ല. അവൻ ഈ ലോകത്ത് നൽകിയതായ എല്ലാ കാര്യങ്ങളും അവന്റേതായ നിശ്ചയപ്രകാരം അവന്റെ നിയമമനുസരിച്ച് മാത്രമേ മുന്നോട്ട് പോകുവാനും അത് മുന്നോട്ട് കൊണ്ടുപോകുവാനും ഉപയോഗിക്കുവാനും സാധിക്കുകയുള്ളൂ. അല്ലാതെ മറ്റൊരു തീരുമാനത്തിലൂടെ സ്വന്തമായ വ്യക്തി താല്പര്യങ്ങളുടെയോ സമൂഹത്തിന്റെ വ്യക്തി താല്പര്യങ്ങളെയോ സമൂഹത്തിന്റെ കൂട്ടായ താല്പര്യങ്ങളുടെയോ പിന്നാലെ നിങ്ങൾ പോകരുത്. സഭകൾ പറയുന്നതോ ഒരു കൂട്ടം ആളുകൾ പറയുന്നതോ അല്ല നിങ്ങൾ പോകേണ്ടത്. നിങ്ങൾ ഇതിനെയാണ് അനുധാപനം ചെയ്യേണ്ടത്. അല്ലാഹു പരിശുദ്ധ ഖുർആനിലൂടെ അവല്ലെങ്കിൽ അവന്റെ ഗ്രന്ഥത്തിലൂടെ എന്താണ് ജനങ്ങൾക്ക് നൽകിയതായത് അക്കാര്യത്തെയാണ് അനുധാപനം ചെയ്യേണ്ടത്. പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, ഏ മനുഷ്യരെ, ജനങ്ങളെ നിങ്ങൾ എന്താണ് ഭക്ഷിക്കേണ്ടത്? നിങ്ങൾ എങ്ങനെയുള്ള ആഹാരമാണ് കഴിക്കേണ്ടത്? നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാർക്ക് ഹലാലായ ഭക്ഷണം കൊടുക്കണമെന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടില്ലയോ? നല്ല ഭക്ഷണങ്ങൾ കൊടുക്കണം, അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കണം. എല്ലാ മക്കൾക്ക് എന്ത് ചെയ്യണം, ഭാര്യയ്ക്ക് എന്ത് ചെയ്യണം, ഉമ്മയോടും പപ്പയോടും എങ്ങനെ പെരുമാറണം, ഛേ എന്ന് പോലും തന്റെ ഉമ്മയോട് പറയരുതെന്ന് പരിശുദ്ധ ഖുർആൻ. ഏത് മതമാണ് പറഞ്ഞിരിക്കുന്നത്? വാർദ്ധക്യമായ അവസ്ഥയിൽ തന്റെ മാതാവിനോടും പിതാവിനോടും ഛേ എന്ന് പറയല്ലേ. എന്താണ് ഛേ എന്ന് പറയുന്നത്? മലമൂത്ര വിസർജനം ചെയ്തു കഴിയുമ്പോൾ അതിൽ നിന്ന് വമിക്കുന്നതായ ദുർഗന്ധങ്ങൾ, അല്ലെങ്കിൽ ആ വസ്ത്രം, ആ റൂമിലതാ സ്മെല്ലുകൾ വരികയാണ്. അപ്പോൾ പറയുകയാണ്, ഛേ എന്തൊരവസ്ഥയാണ്, ഛേ എന്തൊരവസ്ഥയാണ്, ഛേ എന്തൊരു നാറ്റമാണെന്ന് പറയല്ലേ മക്കളെ. പരിശുദ്ധ ഖുർആൻ നമ്മോട് പറയുകയാണ്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, മാതാവിനെ നീ എങ്ങനെ ബഹുമാനിക്കണം, തന്റെ പിതാവിനോട് എങ്ങനെ നീ ബഹുമാനം കാണിക്കണം, ഇടപെടണം, പെരുമാറണമെന്ന് പരിശുദ്ധ ഖുർആൻ. എന്നിട്ട് പരിശുദ്ധ ഖുർആൻ മറ്റൊരായത്തിൽ നമുക്ക് കാണാൻ സാധിക്കുകയാണ്. എന്താണ് പറയുന്നത്? നമുക്ക് ഭക്ഷിക്കാൻ പാടില്ലാത്ത ചില സാധനങ്ങളുണ്ട്. എല്ലാം എടുത്ത് അങ്ങനെ തിന്നാൻ പാടുണ്ടോ സഹോദരന്മാരെ? വൽമജഅലൈകുൽ മൈതതു വദ്ദമു വലഹുൽ ഖിൻസീർ വമാ ഉഹില്ല ലിഗൈരില്ലാഹി ബിഹി والمنخنقة والموقوذة والمتردية والنتيجة وما أكل السبع إلا ما ذكيتم وما ذبح على النصب وأن تستقسموا بالأزلام ذلكم فسق اليوم يئس الذين كفروا من دينكم
دينكم ولا تغشوا ولا تخشوه واخشوني اليوم أكملت دينكم اليوم أكملت لكم دينكم وأتممت عليكم نعمتي ورضيت لكم الإسلام دينا ومن اضطر في مخمصة غير متجانب لإثم فإن الله غفور رحيم. പരിശുദ്ധ ഖുർആൻ അറബിയിലൂടെ അവതരിച്ചതായ ജിബ്രീൽ വന്നുകൊണ്ട് ജിബ്രീൽ എന്ന് പറയുന്ന മാലാഖ വന്ന് ഓതിക്കൊടുപ്പിച്ചതായ ഓതി കേൾപ്പിച്ചതായ ആ പരിശുദ്ധമായ ആയത്തിലൂടെ പറയുകയാണ് ശവം, രക്തം, പന്നിമാംസം അള്ളാഹുവിന്റെ അതായത് ദൈവത്തിന്റെ ഈശ്വരന്റെ തന്റെ സൃഷ്ടാവിന്റെ പേര് അല്ലാത്ത രീതിയിൽ അറുക്കപ്പെട്ട അള്ളാഹു അല്ലാത്തതിന്റെ പേരിൽ അറുക്കപ്പെട്ടത്, ശ്വാസം മുട്ടിച്ചത്തത്, അടിച്ചു കൊന്നത്, വീണ് ചത്തത്, കുത്തേറ്റ് ചത്തത്, വന്യമൃഗങ്ങൾ കടിച്ചു തിന്നത് എന്നിവ നിങ്ങൾക്ക് നിഷിദ്ധമാണ്. ജനങ്ങളെ, ഇതൊന്നും നിങ്ങൾ തിന്നാൻ പാടില്ല. ഇങ്ങനെയുള്ള വസ്തുക്കൾ നിങ്ങൾ കഴിക്കരുത്. ആര് പറഞ്ഞതാണ്? ഞാൻ പറഞ്ഞതല്ല, ഏതെങ്കിലും ഒരു സംഘടന പറഞ്ഞതല്ല, ഏതെങ്കിലും ഒരു സമൂഹം പറഞ്ഞതല്ല. തന്റെ സുറ്റാവ് ജനത്തിനോട് പറയുകയാണ്, ശവം നിങ്ങൾ തിന്നരുത്, രക്തം നിങ്ങൾ തിന്നരുത്, പന്നിമാംസം നിങ്ങൾ കഴിക്കരുതേ. അതുപോലെ തന്നെ എന്തിനേയും അറുത്ത് വേണം നിങ്ങൾ ഭക്ഷിക്കാൻ. ഇനി അറുത്താൽ തന്നെ അത് അല്ലാഹുവിന്റെ നാമം ഉച്ചരിച്ചതായ ദൈവത്തിന്റെ പേരിൽ ഞാൻ അറുക്കുന്നു എന്നതായ നിയ്യത്ത്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അല്ലാഹുവിന്റെ നാമം കൊണ്ട്, ഈശ്വരന്റെ നാമം കൊണ്ടതാ തുടങ്ങുന്നു, അറുക്കുന്നു. അങ്ങനെയുള്ള അതുപോലെ തന്നെ ശ്വാസം മുട്ടിച്ചത്ത വസ്തു, ഏതെങ്കിലും മുറിയിൽ വെച്ച് ശ്വാസം മുട്ടിച്ചത്തു, എങ്ങനെയെങ്കിലും ചത്തതായ വസ്തു കൊണ്ടല്ലോ, വന്യമൃഗങ്ങൾ കടിച്ചു തിന്നതായ വസ്തു മൃഗങ്ങളുണ്ടല്ലോ, ഇതിനെയൊന്നും നിങ്ങൾ ഭക്ഷിക്കരുത് കേട്ടോ. പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, പിന്നെയും പറയുകയാണ്, നിങ്ങൾക്ക് നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്ന ഈ കാര്യങ്ങൾ എന്നാൽ നിങ്ങൾക്ക് ജീവനോടുകൂടി അറുത്തത് നിങ്ങൾക്ക് ഭക്ഷിക്കാം. ജീവനോടുകൂടി പിടിച്ചിട്ട് അതിനെ അറുത്ത് അതിന്റെ രക്തങ്ങൾ മുഴുവൻ കളഞ്ഞതിന് ശേഷം നിങ്ങൾ ഭക്ഷിക്കണേ. എത്ര സുന്ദരമായ സിദ്ധാന്തമാണ് പരിശുദ്ധ ഖുർആൻ. അതിന്റെ ശരീരത്തിലെ രക്തമതാ പോകുകയാണ്. തല്ലിക്കൊന്നാലും ചതച്ചു കൊന്നാലും ശ്വാസം മുട്ടിച്ചെത്താലും അതിന്റെ രക്തമത അവിടെ കട്ടപ്പിടിച്ചുകൊണ്ട് ആ ശരീരത്തിലേക്ക് അതങ്ങ് ഒലിച്ചിറങ്ങുകയാണ്. അപ്പോൾ രക്തം നജസാണ്, തിന്നാൻ പാടില്ല. രക്തക്കട്ടകൾ തിന്നുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ മറ്റൊരു സാധനം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? നിങ്ങൾ പ്രതിഷ്ഠകൾക്ക് മുന്നിൽ ബലിയർപ്പിക്കപ്പെട്ട വസ്തുവുണ്ടല്ലോ, പ്രതിഷ്ഠകൾക്ക് മുന്നിൽ ബലി നൽകപ്പെട്ടിട്ടുള്ളതായ വസ്തു എന്താണെങ്കിലും, അത് മൃഗമാണെങ്കിലും എന്ത് വസ്തുവാണെങ്കിലും നിങ്ങൾ ഭക്ഷിക്കരുതെന്ന് പരിശുദ്ധ ഖുർആൻ. പരിശുദ്ധ ഖുർആൻ അതൊക്കെ നിങ്ങൾക്ക് നിഷിദ്ധമാക്കിയിരിക്കുകയാണ്. ഒരു വിശ്വാസിയായി കഴിഞ്ഞാൽ ഇത്തരണത്തിലുള്ള ചില കാര്യങ്ങൾ അവന്റെ ജീവിതത്തിൽ അവൻ കൊണ്ടുവരണം. അതുപോലെ തന്നെ എന്താണ്? അമ്പുകൾ ഉപയോഗിച്ച് ഭാഗ്യം നടത്തരുത്. ജ്യോത്സ്യന്മാർ ചെയ്യുന്ന രീതിയിലുള്ള അമ്പകൾ ഇട്ടിട്ട് എയ്തിട്ട് ഓരോ കാര്യങ്ങള്, പണ്ടുള്ള കാര്യങ്ങളായിരുന്നു ഭാഗ്യം നോക്കൽ. അത് നിഷിദ്ധമാക്കിയിരിക്കുകയാണ്. ഏതെങ്കിലും ജ്യോത്സ്യൻ വന്നുകൊണ്ട് മകനെ ഇന്നതാണ് ഇന്നതുപോലെ നിന്റെ മുഖസ്തുതി പറയാം, നിന്റെ കൈ ഞാൻ തന്നേക്കു, ഞാൻ പറഞ്ഞു തരാം, നിന്റെ വിരലുകൾ നോക്കിയിട്ട് നിന്റെ കൈയിന്റെ പത്തിയുടെ ആ കൈകൾ നോക്കിയിട്ട് നിന്റെ മുഖത്ത് നോക്കിയിട്ട് കാര്യങ്ങൾ പറയാമെന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും നിന്നെ സമീപിച്ചാൽ നിങ്ങൾ അതിലേക്ക് അടുക്കരുതെന്ന് പരിശുദ്ധ ഖുർആൻ. അതെല്ലാം അധർമ്മമാകുന്നു. എന്തിനെ? ജ്യോത്സ്യൻ പറയുന്നതാണോ? ജ്യോത്സ്യൻ പറയുന്നത് യാഥാർത്ഥ്യമാകണമെന്നില്ല. ഒരു ഉദ്ദേശം വെച്ച് പറയും, ചില കാര്യങ്ങൾ നടക്കും. നക്ഷത്രങ്ങളെ വെച്ചുകൊണ്ടും ചില കാര്യങ്ങൾ പറയും, ചിലതങ്ങ് ഫലിക്കും. ചിലര് പൊട്ടക്കണ്ണന്മാർ മാവേട്ടെറിയുമ്പോൾ മാങ്ങ വീഴുന്നത് പോലെ ചില കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചേക്കാം. പക്ഷെ ഭയങ്കരമായ വിശ്വാസമായി, ഭയങ്കരമായ വിശ്വാസമായി അയാൾ മഹത്വവൽക്കരിക്കപ്പെട്ടു.
അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, അമ്പുകൾ ഉപയോഗിച്ച് നിങ്ങൾ ഭാഗ്യം നടത്തണ്ട, ജ്യോത്സ്യന്മാരെ സമീപിച്ചുകൊണ്ട് നിങ്ങളുടെ കാര്യങ്ങൾ നടത്തണ്ട. എല്ലാ കാര്യങ്ങളും നടത്തുന്നതായ പടച്ച തമ്പുരാൻ, നിങ്ങളെ സൃഷ്ടിച്ചതായ ഏകനായ പടച്ച തമ്പുരാൻ നിങ്ങളുടെ കാര്യങ്ങൾ നടത്തിത്തരും. അവൻ തീരുമാനിക്കുന്നതേ ഭൂമി ലോകത്ത് നടക്കുകയുള്ളൂ. വയനാടിന്റെ തെരുവീതികളിൽ, വയനാടിന്റെ കുത്തൊഴുക്കിൽ പെട്ടുകൊണ്ട് എത്രയോ ആളുകളതാ വീരവൃദ്ധി വരിച്ചു, ഷഹീദായി മരണപ്പെട്ടു പോയി. ആർക്കെങ്കിലും തടഞ്ഞു നിർത്തുവാൻ സാധിച്ചോ? അഹോരാത്രം പ്രസംഗിക്കുന്നതായ ഉസ്താദുമാർക്ക് സാധിച്ചോ? അമ്പലങ്ങളിലൂടെ വാതോരാതെ ഓരോ കാര്യങ്ങൾ പറയുന്ന സ്വാമിമാർക്ക് സംഭവം പറ്റുമോ? അതുപോലെ തന്നെ പാതിരിമാർക്ക് അത്ഭുതങ്ങൾ കാണിക്കപ്പെടുന്നതായ പാതിരിമാരും അതുപോലെ തന്നെ പാസ്റ്റർമാർക്കും അവിടേതാ സംഭവിച്ചതായ കാര്യങ്ങളെ പിടിച്ചു നിർത്തുവാൻ സാധിച്ചോ? ഒരിക്കലും സാധിക്കില്ല, ആർക്കും സാധിക്കില്ല. എന്താണ് തീരുമാനിച്ചിരിക്കുന്നത് അത് നടക്കുക തന്നെ ചെയ്യും. അത് പടച്ച തമ്പുരാന്റെ നിയമമാണ്. അവൻ നമ്മയെല്ലാം ഭൂമി ലോകത്തിലേക്ക് സൃഷ്ടിച്ചയച്ചിരിക്കുന്നത് അവന് വേണ്ടി ഇബാദത്ത് ചെയ്യുവാനാണ്. പക്ഷെ നമ്മൾ മറവിയിലാണ്, വഫലത്തിലാണ്, നമ്മൾ അശ്രദ്ധയിലാണ്. നമുക്ക് ഇബാദത്തുകൾ, ആരാധനയൊന്നും നമുക്ക് പ്രശ്നമല്ല. നമ്മൾക്ക് ആരാധന ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ മടിയാണ്. അത് ഇബ്ലീസ് നമ്മെ തോന്നിപ്പിക്കുന്നതാണ്. ലഅനത്താക്കപ്പെട്ട ഇബ്ലീസ് അവൻ ദൈവത്തിനോട് കാര്യങ്ങൾ ചോദിച്ച് വാങ്ങിച്ചിട്ട് മനുഷ്യനെ വഴിപഴപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതിനാൽ ഈ പ്രശ്നങ്ങൾ ഈ മതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഒരു മനുഷ്യ സത്യവിശ്വാസി ആയിക്കഴിഞ്ഞാൽ ഇത്തരണത്തിലുള്ള ചില കാര്യങ്ങൾ, ചില നിബന്ധനകൾ നിന്റെ മേൽ നിർബന്ധമാണ്. അന്ന് തൗറാത്തും ഇഞ്ചീലും ഇറക്കിയപ്പോൾ ആ സമൂഹത്തിന് ചില കാര്യങ്ങൾ നിർബന്ധമാക്കിയിരുന്നു. ഇസ്രായേൽ സന്തതികളിലേക്ക് തൗറാത്ത് ഇറക്കി. തൗറാത്തിൽ പ്രതിപാദിപ്പിക്കപ്പെട്ട കാര്യങ്ങൾ ഇഞ്ചീൽ ഇറങ്ങിയപ്പോൾ ഈസ നബി അലൈഹിസ്സലാമിനെ തള്ളിപ്പറഞ്ഞു. എന്തേ? ഞങ്ങൾ തൗറാത്തെ അംഗീകരിക്കുകയുള്ളൂ. മൂസ നബിക്ക് നൽകിയതായ, മോശ പ്രവാചകന് നൽകിയതായ കാര്യങ്ങൾ മാത്രമേ ഞങ്ങൾ അംഗീകരിക്കൂ. റൂഹുല്ലാഹ് ഈസാ അലൈഹിസ്സലാം, മറിയം ബിബി റളിയല്ലാഹു അൻഹായുടെ മകൻ ഈസ നബി അലൈഹിസ്സലാം അന്ന് ജിസിയയെയും അതുപോലെ തന്നെ മറ്റുള്ളതായ ഈ നികുതി പിരിക്കലെല്ലാം അതെല്ലാം നിരോധിച്ചുകൊണ്ട് ദൈവത്തിൽ നിന്നുള്ള കൽപ്പന വന്നപ്പോൾ അതൊന്നും ഇസ്രായേലുകാർ കൈക്കൊണ്ടില്ല. അവരുടെ ആ കാര്യ തീരുമാനത്തിലൂടെ പോകുകയാണ്. തീരുമാനിക്കുന്നത് പടച്ച തമ്പുരാൻ സർവേശ്വരനാണ്. നമ്മൾ അംഗീകരിക്കുക, പക്ഷേ അത് അംഗീകരിക്കാൻ കൂട്ടാക്കിയില്ല. എന്നതുപോലെ ഇസ്ലാമിനെ ശാസിക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് അവതീർണമായ അങ്ങ് ഈസ നബിക്ക് ഇറക്കപ്പെട്ട ഗ്രന്ഥം പോലെ, തൗറാത്ത് മൂസയ്ക്ക് ഇറക്കപ്പെട്ടതുപോലെ, സബൂർ ദാവൂദ് നബിക്ക് ഇറക്കപ്പെട്ടതുപോലെ പരിശുദ്ധ ഖുർആൻ ആഗോള മുസൽമാന്റെ, ആഗോള ലോകത്തിന്റെ നിശ്ചയത്തിനായ മരക്കാരൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ അവതീർണമായ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, നിങ്ങൾ പന്നി മാംസം കഴിക്കരുത്, നിങ്ങൾ രക്തം കഴിക്കരുത്, നിങ്ങൾ ചത്ത സാധനത്തിന്റെ ശവം, മത്സ്യം, അതായത് ജറാദ്, മത്സ്യം, ഇതൊഴിച്ചുള്ള ചത്ത സാധനങ്ങൾ കഴിക്കരുത്. അത് നിയമവിരുദ്ധമാണ്, ഹറാമാണ്. അതുപോലെ തന്നെ ശ്വാസം മുട്ടിച്ചത്തത്, ദൈവത്തിന്റെ പേരല്ലാത്ത രീതിയിൽ അറുക്കപ്പെട്ടത്, തല്ലിക്കൊന്നത്, ഇതൊന്നും നിങ്ങൾക്ക് കഴിക്കാൻ പാടില്ല. നിങ്ങൾ വിശ്വാസിയായി കഴിഞ്ഞാൽ ഇതൊന്നും പാടില്ല എന്ന് അതാ പരിശുദ്ധ ഖുർആൻ പറയുകയാണ്. അല്ലാഹു പറയുകയാണ്, എന്നെ നിങ്ങൾ പേടിക്കണേ, അല്ലാഹുവിനെ നിങ്ങൾ പേടിക്കണേ, ലോകത്തെ സൃഷ്ടിച്ചതായ പടച്ച തമ്പുരാനെ നിങ്ങൾ പേടിക്കണേ. അല്ലാഹു പറയുകയാണ്, എന്നെ നിങ്ങൾ പേടിക്കണേ. അല്ലാഹു കാരുണ്യവാനാണ്, കരുണാനിധിയാണ്, എല്ലാമാണ്. എന്നാൽ അവൻ ശരിക്കും ശിക്ഷിക്കുന്നവനുമാണ്. ഇതൊക്കെ അല്ലാഹു തീരുമാനിക്കുന്നത് നമുക്ക് പറയാൻ പറ്റുമോ? ഞാൻ തന്നെയാണ് ഇതെല്ലാം തീരുമാനിക്കുന്നത്. ഒരു സാധനം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന്റെ പൂർണ്ണമായ അധികാരം അവനാണ്. അവനത് വേണമെങ്കിൽ ഷോക്കേസിൽ വെക്കാം, തല്ലിപ്പൊട്ടിച്ച് കളയാം, അവന് വേണമെങ്കിൽ വല്ലവർക്കും കൊടുക്കാം. അത് മറ്റുള്ളവരുടെ ബുദ്ധിമുട്ട് നോക്കിയിട്ടോ അവരുടെ ഇഷ്ടമില്ലായ്മ നോക്കിയിട്ടോ ഒന്നും കാര്യമില്ല. കാരണം അതിന്റെ ഉടമസ്ഥൻ, അതിന്റെ മുലൂക്ക് അവനാണ്. എന്നെ നിങ്ങൾ പേടിക്കണേ. എന്നിട്ട് പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ മതമത പൂർത്തിയാക്കി തന്നിരിക്കുകയാണ്. ഇസ്ലാം പൂർണ്ണമായി തന്നിട്ടുണ്ട്. ജനങ്ങളെ, നിങ്ങൾക്ക് ഇസ്ലാം എന്ന് പറയുന്നതായ
ഈ പ്രസ്ഥാനം അല്ലെങ്കിൽ മതം നിങ്ങൾക്ക് ഞാൻ പൂർത്തിയാക്കി തന്നു. ആര് പറഞ്ഞു? മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ല പറഞ്ഞത്, മൂസയല്ല പറഞ്ഞത്, ഈസയല്ല പറഞ്ഞത്, ദാവൂദ് അല്ല പറഞ്ഞത്, സക്കരിയ അല്ല പറഞ്ഞത്, ഇബ്രാഹിം അല്ല പറഞ്ഞത്, എബ്രഹാം എന്ന് വിളിക്കപ്പെടുന്നതായ എബ്രഹാമിന്റെ കുടുംബത്തിൽപ്പെട്ട ഇസ്ഹാഖോ ഇസ്മായിലോ ഒന്നുമല്ല പറഞ്ഞത്. പറഞ്ഞത് പടച്ച തമ്പുരാനാണ്. ഈ മതമത നിങ്ങൾക്ക് ഞാൻ തൃപ്തിപ്പെട്ടു തന്നിരിക്കുകയാണ്. ഏത് പരിശുദ്ധമായ ഇസ്ലാം. അത് ഇസ്ലാമിന്റെ സൗന്ദര്യം ആസ്വദിക്കുന്നവർക്കും ഇസ്ലാം എന്താണ് അനുശ്വാസിക്കുന്നതെന്നും എന്തിനെയാണ് അത് പിന്തുടരുന്നതെന്നും ആരുടെ വാചകത്തിന്റെ പിന്നാലെയാണ് ഇസ്ലാം പിന്തുടർന്നുകൊണ്ടിരിക്കുന്നതെന്നും മനസ്സിലാക്കുന്ന ബുദ്ധിയുള്ള ഓരോ മനുഷ്യർക്കും അത് മനസ്സിലാകുന്നതാണ്. അത് മനസ്സിലാകും. അഹോരാത്രം ഓരോ കാര്യങ്ങൾ പറയുകയാണ്. പക്ഷേ സമൂഹത്തെ വ്യത്യസ്തമായ റൂട്ടിലേക്ക് വിളിച്ചു കൊണ്ടുപോകുന്നതായ ഇന്നത്തെ നേതാക്കന്മാർ, അവർക്ക് ലോകമാന്യത അല്ലെങ്കിൽ അവരുടെ പേരെടുക്കൽ, ഞാൻ വലിയ വാഗ്മിയാണ്, അല്ലെങ്കിൽ ഞാൻ വലിയ തന്ത്രജ്ഞാനിയാണ്, എന്നിലൂടെയാണ് എല്ലാം നടക്കുന്നതെന്നുള്ള തോന്നലിലൂടെ ദൈവത്തെ വിറ്റ് കാശാക്കുന്നു. നിങ്ങൾ എന്നെ ഭയപ്പെടണേ. ആ പടച്ച തമ്പുരാൻ പറഞ്ഞു, നിങ്ങൾക്ക് എന്നിതാ മതം പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നിരിക്കുകയാണ്. എന്റെ അനുഗ്രഹം നിങ്ങൾക്ക് ഞാൻ നിറവേറ്റുകയും ചെയ്തു തന്നിരിക്കുന്നു. അവന്റെ അനുഗ്രഹം അതാ നിങ്ങളിലേക്ക് ഞാൻ തന്നിരിക്കുകയാണ്, നിറവേറ്റി തരികയും ചെയ്തിരിക്കുന്നു. മതമായ ഇസ്ലാമിനെ ഞാൻ നിങ്ങൾക്ക് തൃപ്തിപ്പെട്ട് തന്നിരിക്കുകയാണ്. ഇസ്ലാം എന്ന് പറയുന്നതായ മതത്തെ ഞാൻ നിങ്ങൾക്കിതാ തൃപ്തിപ്പെട്ട് തന്നിരിക്കുന്നു എന്ന് പറയുന്നത് ആരാണ്? മുഹമ്മദ് അല്ല കേട്ടോ, ഒരു പ്രവാചകനുമല്ല. ആരാണ് പറഞ്ഞത്? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് പറഞ്ഞത്. ഇലാഹായ റബ്ബായ റബ്ബ്, രക്ഷിതാവാണ് പറഞ്ഞത്. നിങ്ങൾക്ക് ഞാൻ ഈ മതം തൃപ്തിപ്പെട്ട് തന്നിരിക്കുന്നു. വല്ലവനും പട്ടിണി കാരണം നിഷിദ്ധമായത് തിന്നുവാൻ നിർബന്ധിതനാകുന്ന പക്ഷം അവൻ അധർമ്മത്തിലേക്ക് ചായ്വുള്ളവനെങ്കിൽ തീർച്ചയായും അല്ലാഹു പൊറുക്കുന്നവനും കരുണാമയനുമാകുന്നു. എന്തേ ഈ സാധനം തിന്നാൻ പാടില്ല, പറയപ്പെട്ട സാധനങ്ങൾ തിന്നാൻ പാടില്ല എന്നിരിക്കെ ഇപ്പോൾ നിർബന്ധിപ്പിച്ചുകൊണ്ട് നിർബന്ധമായ ഘട്ടത്തിൽ നിങ്ങൾക്ക് കഴിക്കേണ്ടി വന്നാൽ നിങ്ങളുടെ ജീവൻ നിലനിർത്തേണ്ട മരുഭൂമിയിൽ അകപ്പെട്ടു പോയി. ജനവാസമില്ലാത്ത ഭക്ഷണങ്ങളില്ലാത്തൊരവസ്ഥയിൽ അതാ വിമാനത്തിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ പെടുന്നതിനെ വിമാനത്തിന് തകരാറ് സംഭവിക്കുകയാണ്. നമ്മൾക്കറിയാം, ആകാശയാത്ര എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ പാരച്യൂട്ടിലൂടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രീതിയിലൂടെയോ അത് ഭൂമിയിലേക്ക് ഇങ്ങനെ ഇറക്കുമ്പോൾ വിജനമായ സ്ഥലത്തും മരുഭൂമിയിലും എത്തപ്പെടുകയാണ്. ഒന്നുമില്ല കഴിക്കാൻ. ആ സമയത്ത് ജീവൻ നിലനിർത്തുന്ന അവസ്ഥയിൽ ഏതെങ്കിലും ഒരു ചത്ത വസ്തു, ഈ പറയപ്പെട്ടതായ ഏതെങ്കിലും ഒരു പോത്തോ ആടോ ചീഞ്ഞു പോകാത്തതായ ഒരു വസ്തുവിനെ നമുക്ക് കിട്ടി, മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ് ചില സന്ദർഭങ്ങൾ. ആ സന്ദർഭത്തിൽ നിങ്ങൾക്ക് ആ ഭക്ഷണം എടുത്തുകൊണ്ട് നിങ്ങൾക്ക് ജീവൻ നിലനിർത്താം. അത് നിങ്ങൾക്ക് അല്ലാഹു നൽകുന്ന ഒരു എന്താ പറയുന്ന ഒരു കണ്ടീഷൻ, ഒരു ഇളവ്. ഇത് ഞാൻ പറഞ്ഞില്ലേ, അവൻ തീരുമാനിക്കുന്നതാണ്. അത് അവൻ, അതായത് അവൻ എന്ന് പറയുന്നത് ഇലാഹ്, നമ്മുടെ എല്ലാ സൃഷ്ടാവ്. ആ പടച്ച തമ്പുരാൻ തീരുമാനിക്കുന്ന കാര്യങ്ങളാണ്. നാം എത്ര നാള് ജീവിക്കണം, ഇത്ര ശതമാനം ഭക്ഷണം നിന്റെ വയറ്റിലേക്ക് നീ ജീവിച്ചിരിക്കുമ്പോൾ ചെല്ലുമെന്നും അതെല്ലാം അവനറിയാം. ഇവിടെ മറ്റുള്ളവരുടെ കാര്യങ്ങൾ പറയാൻ എല്ലാവർക്കും ഭയങ്കരമായ എന്താ പറയുക, യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ദൈവത്തിലേക്ക് അടുക്കൂ, ദൈവം
എന്നാൽ അവന്റെ പ്രത്യേകതകളെ കുറിച്ചോ അവന്റെ മഹത്വത്തെ കുറിച്ചോ പറയുവാൻ, ദൈവത്തെ കുറിച്ച് മഹത്വപ്പെടുത്തുവാൻ ആർക്കും കഴിയുന്നില്ല. യസ്അലൂനക മാദാ ഉഹില്ല ലഹും ഖുൽ ഉഹില്ല ലകുമുത് ത്വയ്യിബാതു വമാ അല്ലംതും മിനൽ ജവാരിഹി മുകല്ലിബീന തുഅല്ലിമൂനഹുന്ന മിമ്മാ അല്ലമകുമുല്ലാഹ് وكلوا مما أمسكنا عليكم واذكروا اسم الله عليه واتقوا الله إن الله سريع الحساب. വളരെയധികം ഖുർആൻ ഒരു ലഹരിയാണ്. ഖുർആന്റെ ഭാഷാ ശൈലി, സാഹിത്യങ്ങളെ വെല്ലുന്നതായ ഖുർആൻ അല്ലാഹു പരിശുദ്ധ ഖുർആനിലൂടെ വെല്ലുവിളിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതുപോലെ അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്നതായ ഒരു വാചകത്തെ നിങ്ങൾക്ക് കൊണ്ടുവരുവാൻ സാധിക്കുമോ? കൊണ്ടുവരാൻ സാധിക്കില്ല, ഒരിക്കലും പറ്റില്ല. എത്ര ആളുകൾ കൂടിയാലും, എത്ര ഗ്രന്ഥങ്ങൾ നിരത്തി വെച്ചാലും, ലോകത്തുള്ള എല്ലാ കാര്യങ്ങളെയും നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നുകൊണ്ടതിലെ വാചകങ്ങൾ എടുത്തുകൊണ്ട് നിങ്ങൾ കൂട്ടിയോജിപ്പിച്ചുകൊണ്ടൊരു പദമുണ്ടാക്കിയാലും പരിശുദ്ധ ഖുർആനിന്റെ പോലത്തെ ഒരു ആയത്തിനെ കൊണ്ടുവരുവാൻ നിങ്ങൾക്ക് സാധിക്കില്ല. വെല്ലുവിളിക്കുന്നു, നടക്കില്ല. തങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ളത് എന്തൊക്കെയാണെന്ന് അവർ താങ്കളോട് ചോദിക്കും. നബിയെ, താങ്കളോട് സമൂഹം ചോദിക്കും. അന്നത്തെ കാലഘട്ടത്തിലെ ആളുകൾ ചോദിക്കും, എന്തൊക്കെയാണ് അനുവദിക്കപ്പെട്ടിട്ടുള്ളത്? അപ്പോൾ പറയുക, നല്ല വസ്തുക്കളെല്ലാം നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു. നല്ല വസ്തുക്കൾ. ബാങ്ക് വിളിക്കുന്നു. എല്ലാ നല്ല വസ്തുക്കളും നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു. സമൂഹമേ, നിങ്ങൾക്ക് എല്ലാ നല്ല വസ്തുക്കളും അനുവദിക്കപ്പെട്ടിരിക്കുന്നു. പിന്നെ സ്വാഭാവികമായും അങ്ങനെയല്ലേ പറയൂ, ചീത്ത വസ്തുക്കൾ ആരും ഉപയോഗിക്കാറില്ലല്ലോ. നല്ല വസ്തുക്കളെല്ലാം നിങ്ങൾക്ക്, ചീത്ത വസ്തുക്കൾ ഉപയോഗിക്കുന്നവരുണ്ടാകും. എല്ലാ നല്ല വസ്തുക്കളും നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു. വേദം നൽകപ്പെട്ടവരുടെ ഭക്ഷണം നിങ്ങൾക്ക് അനുവദനീയമാണ്. വേദം നൽകപ്പെട്ടവരുടെ ഭക്ഷണം നിങ്ങൾക്ക് അനുവദനീയമാണ്. ഇഞ്ചീല്, തൗറാത്ത്, സബൂർ എന്നീ ഗ്രന്ഥങ്ങൾ നൽകപ്പെട്ടവരുടെ ഭക്ഷണം നിങ്ങൾക്ക് അനുവദനീയമാണ്. നിങ്ങളുടെ ഭക്ഷണം അവർക്കും അനുവദനീയമാണ്. വേദം നൽകപ്പെട്ടവരാരാണ്? മൂസ അലൈഹിസ്സലാമിന്റെ സമൂഹം, ഈസ നബി അലൈഹിസ്സലാമിന്റെ സമൂഹം, ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ സമൂഹം, ഇവർക്ക് നൽകപ്പെട്ട ഭക്ഷണം. അപ്പൊ ഈസ നബിക്ക് പന്നിയിറച്ചി നൽകപ്പെട്ടു.
ക്രിസ്ത്യാനികൾ പന്നിയിറച്ചി തിന്നുന്നുണ്ടല്ലോ. അപ്പൊ ഈസ നബി അലൈഹി സ്വലാമിനെ ദൈവമായി പുകഴ്ത്തിക്കൊണ്ട് നടക്കുന്ന ഈസ നബിയെ കർത്താവായും മനുഷ്യനായും മനുഷ്യപുത്രനായും യഹോവയായും എന്ന് വേണ്ട മനസ്സിൽ തോന്നുന്ന രീതിയിലെല്ലാം രക്ഷകനായിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകപ്പെടുന്ന ഒരു സമുദായത്തിന്റെ അനുഭാവികൾ ഭക്ഷിക്കപ്പെടുന്നതായ പന്നിയിറച്ചി അനുവദനീയമാണ്? ഒരിക്കലുമല്ല. ഇഞ്ചീലിൽ പറഞ്ഞിട്ടില്ല പന്നിയിറച്ചി അനുവദനീയമാണെന്ന്. പോട്ടെ, ബൈബിളിൽ പോലുമില്ല. പന്നിയിറച്ചി ഞാൻ പാടില്ല, വിഗ്രഹാരാധന പാടില്ല. ബൈബിൾ നഖശിഖാന്തം എതിർക്കുന്നതാണ്. പരിശുദ്ധ ഖുർആനും എതിർക്കുന്നു, മറ്റു ഗ്രന്ഥങ്ങളും എതിർക്കുന്നു. പക്ഷേ ഗ്രന്ഥം എവിടെ കിടക്കുന്നു? ദൈവിക സന്ദേശങ്ങളോ ദൈവത്തിന്റെ വാക്കുകളോ കേൾക്കുവാൻ ഇവർക്കൊന്നും താല്പര്യമില്ല. നമ്മൾ എന്ത് പറയുന്നുവോ, അല്ലെങ്കിൽ സമൂഹം എന്ത് പറയുന്നുവോ, സഭ എന്ത് പറയുന്നുവോ, അതാണ്. അതിനെ പിൻപറ്റുന്ന, അതിനെ അനുധാപനം ചെയ്യുന്ന കുറെ ആളുകൾ ഇതിന്റെ തലയ്ക്ക് മുകളിൽ നിന്നും ഓരോ കാര്യങ്ങൾ ആജ്ഞാപിക്കുമ്പോൾ ഒട്ടും ശ്രദ്ധിക്കാതെ അതുവഴി വിഴുങ്ങുകയാണ്. അതുവഴി അങ്ങോട്ട് വിഴുങ്ങുകയാണ്. ഇന്ന് നടത്തപ്പെടുന്ന അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും പറയുമ്പോൾ മതസ്പർദ്ധ വളർത്തുന്നു. എന്ത് മതസ്പർദ്ധയാണ്? ആര് മതസ്പർദ്ധ വളർത്തുന്നു? കാര്യങ്ങൾ പറയുമ്പോൾ, യാഥാർത്ഥ്യത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ അത് മതത്തെ കുറ്റം പറയുന്നതാണ്. ഇവിടെ മതം എന്ന് പറയുന്നത് ദൈവത്തെ വിശ്വസിക്കുന്നതാണ്. ഈ ദൈവത്തെ ആരും കുറ്റം പറയുന്നില്ല. ഹിന്ദുവാണേലും മുസ്ലിം ആണേലും ക്രിസ്ത്യാനിയാണേലും വിശ്വസിക്കേണ്ടത് ദൈവത്തെയാണ്. ആ ദൈവം മനുഷ്യന് കുറെ കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. വിശ്വാസികളായ ജനങ്ങളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, എന്തൊക്കെയാണ് താങ്കളെ ഒന്ന് പറഞ്ഞ് ഞങ്ങൾ കഴിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അവര് ചോദിച്ചാൽ പ്രവാചകരെ പറഞ്ഞു കൊടുക്കണം. എന്താണ്? എല്ലാ നല്ലതായ വസ്തുക്കളും നിങ്ങൾക്ക് അനുവദനീയമാണ്. വേദം നൽകപ്പെട്ടവരുടെ ഭക്ഷണം നിങ്ങൾക്ക് അനുവദനീയമാണ്. നിങ്ങളുടെ ഭക്ഷണം അവർക്കും അനുവദനീയമാണ്. സത്യവിശ്വാസിനികളിൽ നിന്നുള്ള പതിവ്രതകളായ സ്ത്രീകളെ നിങ്ങൾക്ക് അനുവദനീയമാണ്. നിങ്ങൾക്ക് മുമ്പ് വേദം നൽകപ്പെട്ടവരിൽ നിന്നുള്ള പതിവ്രതകളായ സ്ത്രീകളെയും നിങ്ങൾക്ക് അനുവദനീയമാണ്. നിങ്ങൾ അവർക്ക് വിവാഹമൂല്യം നൽകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുകയാണ്. നിങ്ങൾ വൈവാഹിക ജീവിതത്തിൽ ഒതുങ്ങി നിൽക്കുന്നവരായിരിക്കണം. വ്യഭിചാരത്തിൽ നിങ്ങൾ ഏർപ്പെടുന്നവരാകരുതേ. വ്യഭിചാരത്തിൽ ഏർപ്പെടുന്നവരാകരുതേ. രഹസ്യ വേശ്യക്കാരെ എന്ത് ചെയ്യരുത്? സ്വീകരിക്കുന്നവരുമാകരുത്. രഹസ്യമായി വേഴ്ചയ്ക്ക് പോകുന്നവരെ നിങ്ങൾ സ്വീകരിക്കുകയും ചെയ്യരുത്. പതിവ്രതകളായ സ്ത്രീകളെ നിങ്ങൾ വിവാഹം കഴിക്കണേ. അത് കിതാബ് നൽകപ്പെട്ടതായ അഹ്ലു ബൈത്തിൽപ്പെട്ടതായ അഹ്ലു ബൈത്തല്ല, അതായത് അഹ്ലുൽ കിതാബിൽപ്പെട്ടപ്പെട്ടതായ അഹ്ലുൽ കിതാബ് എന്ന് പറഞ്ഞാൽ മുന്നേ നൽകപ്പെട്ടതായ വേദങ്ങളായ തൗറാത്ത്, ഇൻജീൽ, സബൂർ, ഈ ഗ്രന്ഥത്തിൽ വിശ്വസിക്കുന്നതായ ആ വിശ്വാസികളെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? മഹർ കൊടുത്തതിനു ശേഷം നിങ്ങൾക്ക് വിവാഹം കഴിക്കാം. പ്രവാചകന്റെ അനുയായികളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അതിനെ അനുധാപനം ചെയ്യുന്ന ക്രിസ്ത്യാനികൾ വിവാഹം കഴിക്കാൻ പാടുണ്ടോ? ചോദ്യമാണ്. ഇഞ്ചീലിനെ അനുധാപനം ചെയ്യുന്ന ക്രിസ്ത്യാനി ഉണ്ടോ? അവരെ ഈ സത്യവിശ്വാസികൾക്ക് അനുവദനീയമാണ്. എങ്ങനെയാണ്? ഇഞ്ചീലിനെ അനുധാപനം ചെയ്യുന്നവർ അല്ലാഹു ഏകനാണെന്നും ഈസ നബി അല്ലാഹുവിന്റെ പ്രവാചകനാണെന്നും വിശ്വസിക്കുന്ന ആ സമൂഹം, അതാണ് ഈ പറയപ്പെട്ട വേദഗ്രന്ഥത്തിൽ. അങ്ങനെയുള്ളവരെ ഈസ നബി അലൈഹിസ്സലാം ഭൂമി ലോകത്തിലേക്ക് വന്നത് ചിതറിക്കിടന്ന സമൂഹത്തെ, കുഞ്ഞാടുകളെ, ആട്ടിൻ പറ്റങ്ങളെ നേരെ നയിച്ചുകൊണ്ട് ദൈവത്തിന്റെ ബാന്ധാവിലേക്ക് കൈപിടിച്ചു വന്ന ഒരു മഹീഷി അല്ലെങ്കിൽ മനീഷി, അതൊരു ദൈവികമായ ഭക്തൻ, ഒരു പ്രവാചകൻ എന്ന രീതിയിൽ വിശ്വസിക്കുകയും യഹോവയിലേക്ക് നേരിട്ട് കൈ ഉയർത്തിക്കൊണ്ട് ആ യഹോവയെ വിശ്വസിക്കുന്നതുമായ അഹ്ലുൽ കിതാബിൽപ്പെട്ടവരെ നിങ്ങൾക്ക് വിവാഹം കഴിക്കൽ അനുവദനീയമാണ്. വെറുതെയല്ല, മഹർ കൊടുത്തതിന് ശേഷം.
നിങ്ങൾ വ്യഭിചരിക്കരുത്, രഹസ്യ വേഴ്ചക്കാരെ നിങ്ങൾ സ്വീകരിക്കരുത്. സത്യവിശ്വാസത്തെ ആരെങ്കിലും തള്ളിക്കളയുന്ന പക്ഷം അവന്റെ കർമ്മം നിഷ്ഫലമായി തീർന്നു കഴിഞ്ഞു. സത്യവിശ്വാസത്തെ ആരെങ്കിലും തള്ളിക്കളഞ്ഞാൽ അവന്റെ കർമ്മമതാ നിഷ്ഫലമായി പോയി. പരലോകത്ത് അവൻ നഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിലാകുകയും ചെയ്യും. പരിശുദ്ധ ഖുർആൻ. ഇപ്പോൾ അല്ലാഹുവിനെ അല്ലാതെ വേറെ ദൈവത്തെ ആരാധ്യ വസ്തുവാക്കിക്കൊണ്ട് സത്യവിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് തന്നിഷ്ടത്തെ അനുധാപനം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകൾ, യാതൊരു സംശയവുമില്ല, അവർ അല്ലാഹുവിന്റെ പാപത്തിന് പാത്രീഭൂതരാണ്. അവർ എന്ത് ചെയ്യുകയില്ല, വിജയിക്കുകയില്ല. അവർ നഷ്ടം പറ്റിയവരുടെ കൂട്ടത്തിലാണെന്ന് പരിശുദ്ധ ഖുർആൻ അടിവരയിട്ടുകൊണ്ട് പറയുകയാണ്. ഇത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിരൽത്തുമ്പിലൂടെ എഴുതപ്പെട്ട ഒരു കാര്യമല്ല. ഇത്രയധികം സാഹിത്യ സമ്പൂർണമായി, ഇത്രയധികം തത്വങ്ങൾ അടങ്ങുന്നതായ നിയമാവലികളും എല്ലാം ഉൾക്കൊള്ളുന്നതായ ഒരു വാക്യം നിർമ്മിക്കുവാൻ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സാധിക്കില്ല. അന്നത്തെ കൊലകൊമ്പന്മാർ, കുലപതികൾ, സാഹിത്യത്തിന്റെ കുലപതികളായ ആളുകൾ വന്നുകൊണ്ട് ഖുർആനെ വെല്ലുവിളിക്കാൻ നോക്കി. പക്ഷെ നടക്കത്തില്ല. ഖുർആനിന്റെ ആ ശൈലി, യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ കുൻതും ഇലസ്സലാത്ത് ഫഅ്സിലൂ وجوهكم وأيديكم إلى المرافق وامسحوا برؤوسكم وأرجلكم إلى الكعبين وإن كنتم جنبا فطهروا وإن كنتم مرضى أو على سفر أو جاء أحد منكم من الغائط أو لامستم النساء فلم تجدوا ماء وتيمموا صعيدا طيبا فامسحوا بوجوهكم وأيديكم منه ما يريد الله ليجعل عليكم من خرج ولكن يريد ليطهركم وليتم نعمته عليكم لعلكم تشكرون. പരിശുദ്ധമായ ഖുർആന്റെ ആയത്താണ്. ഈ ആയത്ത് എവിടെ ചെന്ന് നോക്കിയാലും ഇങ്ങനെ തന്നെയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ വിശ്വസിച്ചവരെ, ഈ സംബോധനയായിരിക്കും. എവിടെ ചെന്ന് നോക്കിയാലും ഇന്ത്യയിൽ നിന്ന് ഖുർആൻ ഓതുന്ന ഞാൻ പറയുന്നതായ യാ അയ്യുഹല്ലദീന ആമനൂ എന്ന അതേ വാക്യങ്ങൾ തന്നെയാണ് നമ്മുടെ തൊട്ടടുത്തതായ രാജ്യം ഏതൊക്കെയായിക്കൊള്ളട്ടെ, ഏത് സംസ്ഥാനമായിക്കൊള്ളട്ടെ, തമിഴ്നാടായിക്കൊള്ളട്ടെ, കർണാടക ആയിക്കൊള്ളട്ടെ, ബീഹാർ ആയിക്കൊള്ളട്ടെ, ഒറീസ ആയിക്കൊള്ളട്ടെ, പശ്ചിമ ബംഗാൾ ആയിക്കോട്ടെ, എന്ന് വേണ്ട ഏത് സംസ്ഥാനത്ത് ചെന്നാലും യാ അയ്യുഹല്ലദീന ആമനൂ. ഇനി ഇന്ത്യ വിട്ടുകൊണ്ട് പാകിസ്ഥാനിലായിക്കൊള്ളട്ടെ, അഫ്ഗാനിസ്ഥാനിലായിക്കൊള്ളട്ടെ, അതുപോലെ തന്നെ താജിസ്ഥാനിലായിക്കൊള്ളട്ടെ, ഫലസ്തീനിലായിക്കൊള്ളട്ടെ, സിറിയയിലായിക്കൊള്ളട്ടെ, തുർക്കിയിലായിക്കൊള്ളട്ടെ, എന്ന് വേണ്ട സൗദിയിലാകട്ടെ, ദുബൈയിലാകട്ടെ, ഒമാനിലാകട്ടെ, മസ്കറ്റിലാകട്ടെ, ഷാർജയിലാകട്ടെ, എവിടെയും യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ കുൻതും ഇലസ്സലാത്ത്, നിങ്ങൾ നമസ്കാരത്തിന് വേണ്ടി ഒരുങ്ങിയാൽ, നമസ്കാരം എന്ന് പറഞ്ഞാൽ തന്റെ ദൈവത്തെ വണങ്ങുന്നതിലേക്ക് നിങ്ങൾ ഒരുങ്ങിയാൽ, ആ പടച്ച തമ്പുരാനെ നിങ്ങൾ വന്ദിക്കുവാൻ അല്ലെങ്കിൽ വണങ്ങുവാൻ, സാഷ്ടാംഗം ചെയ്യാൻ നിങ്ങൾ ഒരുങ്ങിയാൽ, നിങ്ങളുടെ മുഖങ്ങളും മുട്ടുവരെ ഇരു കൈകളും കഴുകണേ, നിങ്ങളുടെ തല തടവണേ, ഞെരിയാണി വരെ 2 കാലുകൾ കഴുകുകയും ചെയ്യണം. നിങ്ങൾ ജനാബത്ത് വലിയ അശുദ്ധി ബാധിച്ചവരാണെങ്കിൽ നിങ്ങൾ കുളിച്ച് ശുദ്ധിയാകണേ. നിങ്ങൾ രോഗികളോ യാത്ര
റായിലോ ആകുകയാണെങ്കിൽ എന്ത് ചെയ്യണം? അങ്ങനെ ആകുകയോ ചെയ്താൽ, അല്ലെങ്കിൽ നിങ്ങളിൽ ഒരാൾ മലമൂത്ര വിസർജനം കഴിഞ്ഞ് വരികയോ നിങ്ങൾ സ്ത്രീകളുമായി സംസർഗം നടത്തുകയോ ചെയ്തിട്ട് നിങ്ങൾക്ക് വെള്ളം കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യണം? ശുദ്ധമായി എന്ത് ചെയ്യണം? ശുദ്ധമായ ഭൂമുഖം തേടിക്കൊള്ളുക. എന്നിട്ട് അതുകൊണ്ട് നിങ്ങളുടെ മുഖവും നിങ്ങളുടെ കൈകളും എന്ത് ചെയ്യണേ? നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടും തടകണേ. നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വരുത്തണമെന്ന് അല്ലാഹു ഉദ്ദേശിക്കുന്നില്ല. എന്നാൽ നിങ്ങൾ ശുദ്ധീകരിക്കണമെന്നും തന്റെ അനുഗ്രഹം നിങ്ങൾക്ക് പൂർത്തിയാക്കി തരണമെന്നും അവൻ ഉദ്ദേശിക്കുന്നു. നിങ്ങൾ നന്ദിയുള്ളവരായേക്കാം. നമുക്ക് വെള്ളം മസ്റ്റാണ്. ഒരു മനുഷ്യൻ മലമൂത്ര വിസർജനം ചെയ്തു കഴിഞ്ഞാൽ അതിന് ഏറ്റവും ഉചിതമായ മാർഗം വെള്ളം കൊണ്ട് ശുദ്ധിയാക്കുക എന്നാണ്. ഇനി വെള്ളം കൊണ്ട് ശുദ്ധിയാക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് പല മാർഗം ഒപ്പിയെടുക്കാൻ പറ്റുന്നതായ കല്ലുകൾ കൊണ്ട് അവിടെ ശുദ്ധിയാക്കാം. പാശ്ചാത്യ യൂറോപ്യൻ സംസ്കാരങ്ങൾ എന്ന പോലെ പേപ്പറുകൾ കൊണ്ട് ശുദ്ധിയാക്കുന്നവരുണ്ട്. പക്ഷെ പേപ്പറുകൾ കൊണ്ട് ശുദ്ധിയാക്കിയാൽ അത്ര നന്നാകില്ല എന്നാണ് ശാസ്ത്രം തന്നെ പറയുന്നത്. ആ സ്മെല്ലുകളൊന്നും നന്നായിട്ട് പോകത്തില്ല. 2-3 കല്ലുകൾ കൊണ്ട് ഒപ്പിയെടുത്താൽ നജസ്. ഇനി വെള്ളം കണ്ടാൽ, വെള്ളം കിട്ടിയാൽ അതൊക്കെ എന്ത് ചെയ്യാം? നല്ല രീതിയിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകരുത്. നജസ്, അതുപോലെ തന്നെ ജനാബത്ത്. ഒരു മനുഷ്യൻ അശുദ്ധിക്കാരനായാൽ കുളിക്കാതെ തന്റെ രക്ഷിതാവിന്റെ അടുക്കൽ ചെല്ലരുത്. കുളിച്ച് ഫ്രഷായിട്ട് വേണം, നല്ല രീതിയിൽ വേണം. നമ്മുടെ ശരീരം എപ്പോഴും ശുദ്ധിയായിരിക്കണം. നമ്മൾ ശുദ്ധിയുടെ വക്താക്കളാകണം. രാവിലെ എഴുന്നേറ്റ് പല്ല് തേക്കാതെ അമ്പലത്തിൽ പോയി, ചർച്ചിൽ പോയി, മോസ്കിൽ പോയി, എന്തായിരിക്കും അവസ്ഥ? അപ്പൊ നമുക്ക് ശുദ്ധി എന്ന് പറയുന്നത് മനുഷ്യനെ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു വസ്തുവാണ്. ഭാര്യയുമായി സംസർഗത്തിൽ ഏർപ്പെട്ടിട്ട് ലൈംഗിക വീഴ്ച കഴിഞ്ഞിട്ട് കുളിക്കാതെ പള്ളിയിലേക്ക് പോകുന്നു, അമ്പലത്തിലേക്ക് പോകും. തെറ്റാണ്, പാടില്ല. മുസ്ലിമിനെ സംബന്ധിച്ച്, ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് ഹറാമാണ് എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മാനവരാശിക്കാകമാനം നൽകിയ കാര്യങ്ങൾ അത് നമ്മൾ പിന്തുടരുകയാണ് വേണ്ടത്. നമ്മെ സൃഷ്ടിച്ചത് നമ്മളെ പോലെ തന്നെയാണ് നമുക്ക് മുമ്പുള്ള പ്രവാചകന്മാരെയും സൃഷ്ടിച്ചത്. ഇവിടത്തെ ബുദ്ധിജീവികള്, ചിലർക്കൊക്കെ അല്ലാഹു പ്രത്യേകമായ അനുഗ്രഹം നമ്മുടെ ദൈവം തമ്പുരാൻ അങ്ങ് കൊടുക്കുക. ഇപ്പോൾ നമുക്ക് ആയുസ് തന്നു. വയനാടിന്റെ വീഥികളിൽ എത്രയോ ആളുകൾ ഭൂമിക്കടിയിൽ ഇന്നും കിടക്കുകയാണ്. ഏത് ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കും? ഏത് ദൈവത്തെ? അല്ലാഹു അല്ലാത്ത ദൈവങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ അവ വരുവോ? നീ അല്ലാഹുവിനെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ വരുവോ? വരില്ല. കാരണം ഇദാ ജാഅ അജലുഹാ വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, നിനക്ക് നിന്റെ സമയം എത്തിക്കഴിഞ്ഞാൽ നിന്നെ ഒരു സ്വല്പം നേരം പോലും ഞാൻ പിന്തിക്കില്ല, അപ്പോൾ തന്നെ നിന്നെ ഞാൻ പിടിക്കുന്നതാണ്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ് അതിന്റെ വ്യക്തമായ കാരണം? ഇവിടെ സമ്പത്തുകൾ കുമിഞ്ഞുകൂടിക്കൊണ്ട് കൊട്ടാര സമാനമായ വലിയ ബംഗ്ലാവുകൾ, എത്ര മുറികളാണ്, എത്ര നിലകളാണ്, ഏക്കറുകൾ നീളത്തിലതാ കൊട്ടാര സമാനമായ പാലസ് പോലെയുള്ള വീടുകൾ വെച്ചുകൊണ്ട് മാർബിൾ മൊസൈക്ക്, ഗ്രാനൈറ്റ് പതിപ്പിച്ച തൂണുകൾ, മൊത്തം ഭിത്തിയിലും അതാ ഗ്രാനൈറ്റ് ആണ്. എന്നിട്ട് അവന്റെ വീടിന്റെ പുറത്ത് നിന്നുകൊണ്ട് അതിനെ ഒന്ന് വീക്ഷിക്കുമ്പോൾ അതാ വർണ്ണശബളമായ ലൈറ്റുകൾ കൊണ്ട് അലങ്കരിച്ചുകൊണ്ട് ഗേറ്റും മറ്റും അതാ അലങ്കരിച്ചുകൊണ്ട് പുറത്തു നിന്നും നല്ല രീതിയിൽ നോക്കുമ്പോൾ നമ്മൾ പറയുകയാണ്, അനുഗ്രഹം കിട്ടിയവനാണ്, ദൈവമത അനുഗ്രഹം ചെയ്തിരിക്കുകയാണ്. ചിലർക്ക് ജാതിഭേദമില്ലാതെ അനുഗ്രഹം ചെയ്യും. ഇവിടെ മുസ്ലിമിന് മാത്രമേ സമ്പത്തുള്ളൂ. കോടീശ്വരൻ മുസ്ലിമാണോ? അല്ല. ക്രിസ്ത്യാനി മാത്രമേ ഉള്ളൂ സമ്പത്തുള്ളവൻ? അല്ല. ഹിന്ദു മാത്രമാണോ? അല്ല. ബുദ്ധമതത്തിൽപ്പെട്ടവരാണോ? ജൈന മതത്തിൽപ്പെട്ടവരാണോ? മജൂസിയാണോ? പാർസിയാണോ? എല്ലാവരിലും ഉണ്ട് പണക്കാർ. അത് ഓരോ സമൂഹത്തിലേക്ക് ചെല്ലുമ്പോഴാണ്. തമിഴ്നാട്ടിൽ ചെന്നാൽ തമിഴിലെ പണച്ചാക്കുകളെ കാണാം.
അവന്റെ മുന്നിൽ ചെന്ന് പണത്തിൽ കിടക്കുന്നതായ തമിഴ്നാട്ടുകാരന്റെ മുന്നിൽ ചെന്നുകൊണ്ട് തമിഴ്നാട്ടിലെ ഒരു സ്വദേശി വന്നുകൊണ്ട് പറയുകയാണ്, എന്തെങ്കിലും തന്ന് സഹായിക്കണേ. അതുപോലെ തന്നെ ആസാമിലെ പണക്കാരനോട് ചെന്ന് പറയുന്നു, കേരളത്തിലെ പണക്കാരനോട് ചെന്ന് പറയുന്നു, ലോകത്തിന്റെ ഏത് മുക്കിലും മൂലയിലുമുള്ള നിഅമത്ത് നൽകിയതായ, അനുഗ്രഹങ്ങൾ നൽകിയതായ, സമ്പത്ത് നൽകിയതായ ആളിന്റെ മുന്നിൽ ചെന്ന് പറയുമ്പോൾ അവൻ പറയുകയാണ്, മനുഷ്യ ബിസിനസ് വല്ലാത്ത അവസ്ഥയിലാണ്, നഷ്ടത്തിലാണ് മോനെ. പണ്ടത്തെ പോലെ കച്ചവടമില്ല, ബിസിനസ്സുകൾ ഡള്ളായി പോയി, കച്ചവട സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്തിരിക്കുകയാണ്, കള്ളത്തരമാണ് പറയുന്നത്. അന്ന് ലക്ഷക്കണക്കിന് കച്ചവടം നടത്തിയവനാണ് പറയുന്നത്, രക്ഷയില്ല കേട്ടോ, രക്ഷയില്ല. അവന് കഷ്ടപ്പെടുന്ന പൈസ മറ്റുള്ളവർക്ക് എന്തിനു കൊടുക്കുന്നു, അവന്റെ ചിന്ത അതാണ്. അവൻ കഷ്ടപ്പെട്ട ഡോളർ കണക്കിന് പൈസ അവന്റെ കയ്യിലുണ്ട്, അവന്റെ അലമാരയിൽ പൂട്ടിവച്ചിരിക്കുന്ന സ്വർണങ്ങൾ എത്രമാത്രമെന്ന് അവന് തന്നെ അറിയില്ല. ചില പള്ളികളിൽ ജോലി ചെയ്യുമ്പോൾ ചില ആളുകളെ കുറിച്ച് പറയും, ഇന്ന ആളുകൾക്ക് എവിടെയെല്ലാം സ്ഥലമുണ്ടെന്ന് പോലും മൂപ്പർക്ക് തന്നെ അറിയില്ല കേട്ടോ. പറയുന്നൊരു ശൈലിയാണ്, പുള്ളിക്ക് എവിടെയെല്ലാം സ്ഥലങ്ങളുണ്ടെന്ന് പുള്ളിക്ക് തന്നെ അറിയില്ല, കാരണം ഇങ്ങനെ മേടിച്ചു കൂട്ടിയിട്ടിരിക്കുകയാണ്. പക്ഷേ അവൻ അതിന്റെ ആ അകത്ത് നിന്നുകൊണ്ട് അവന്റെ സമ്പത്തിൽ നിന്നോ അവന്റെ സ്ഥലത്തിൽ നിന്നോ ഒരു സെന്റ് സ്ഥലം പാവപ്പെട്ടവന് കൊടുക്കാൻ തയ്യാറാകുന്നില്ല. അവനോർക്കണം, എന്താ ഞാൻ സമ്പാദിച്ചത് എന്റെ കൈയിന്റെ കരുത്ത് കൊണ്ട്, എന്റെ ബുദ്ധി കൊണ്ട്, എന്റെ സ്വാധീനം കൊണ്ട് നേടിയെടുത്ത സാധനം ഞാൻ മറ്റുള്ളവർക്ക് കൊടുക്കാനോ, അവന്റെ ചിന്തയതാ. പക്ഷേ ആ ചിന്ത വെറും അസ്ഥാനത്താണ്, ആ ചിന്ത വെറും അസ്ഥാനത്താണ്. കാരണം അവന് അത് ഉപകാരപ്പെടില്ല, അവനത് ഉപകാരപ്പെടില്ല, അവൻ അത് കൊണ്ടുപോകത്തുമില്ല. അതെല്ലാം കൊണ്ടുപോകുന്നത് അവന്റെ പിൻഗാമികളാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇവൻ മരണത്തിന്റെ ആസന്നമാകുന്നൊരു സമയമുണ്ട്. എല്ലാവരുടെയും റൂഹ് പിടിക്കുന്ന മലക്കുൽ മൗത്ത് അസ്രായീലാണ് റൂഹ് പിടിക്കുന്നത്. റൂഹ് പിടിക്കുന്ന മലക്ക് അത് ഏൽപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. ഇനി അല്ലെന്ന് നിങ്ങൾ പറഞ്ഞാലും ആര് തന്നെ എതിർത്താലും ആ മലക്കിന്റെ കയ്യിലൂടെ മാത്രമേ റൂഹ് പിടിക്കുകയുള്ളൂ. അങ്ങനെതാ പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, മരണം, മൗത്ത്. അഹദകുമുൽ മൗത്ത് ഫയഖൂല റബ്ബി ലൗലാ അഖറതനി ഇലാ അജലിൻ ഖരീബ് ഫഅസ്സദ്ദഖ വകും മിനസ് സ്വാലിഹീൻ. നിങ്ങളിൽ ഓരോരുത്തർക്കും മരണം വരുന്നതിന് മുമ്പായി നാം നൽകിയതിൽ നിന്ന് നിങ്ങൾ ചിലവഴിക്കണേ. പടച്ച തമ്പുരാനായ അല്ലാഹു പറയുകയാണ്, റബ്ബായ രക്ഷകനായ ആ സുട്ടാവ് പറയുകയാണ്, നിങ്ങൾക്ക് ഞാൻ നൽകിയതായ, നിങ്ങൾക്ക് ഓരോർക്കും നൽകിയതാരാണപ്പോൾ? ആ പടച്ച തമ്പുരാനാണ് നൽകിയത്. അവൻ ഒരുപക്ഷെ മാതാവിനെ സ്നേഹിച്ചവനായിരിക്കാം, അല്ലെങ്കിൽ അവൻ ഒത്തിരി കർമ്മങ്ങൾ അവന്റെ ജീവിതത്തിൽ അവൻ മാതാവിനെയും പിതാവിനെയും വളരെയധികം സ്നേഹിച്ചു. അവൻ ആരായിക്കൊള്ളട്ടെ, ക്രിസ്തു ആകട്ടെ, ഹിന്ദു ആകട്ടെ, മുസ്ലിം ആകട്ടെ, അവന്റെ മാതാവിനെ അവൻ പൊന്നുപോലെ സ്നേഹിച്ചു. അവന്റെ പിതാവിനോട് അവൻ അനുസരണക്കേട് കാണിച്ചിട്ടേ ഇല്ല. ആ പിതാവിന്റെയും മാതാവിന്റെയും താഴത്തിലായി, കീഴിലായി തൃപ്തിപ്പെട്ട് ജീവിക്കുമ്പോൾ തന്റെ പിതാവിനോടും മാതാവിനോടും ഇവന്റെ കാരുണ്യം, ഈ കാരുണ്യത്തിന്റെ പ്രതിഫലനം പടച്ച തമ്പുരാൻ തന്റെ സ്വഭാവം കാണുകയാണ്. ഓരോരുത്തരുടെ ജീവിതം പരിശോധിച്ചാൽ പറ്റും. എന്നാൽ മാതാവിനെ ധിക്കരിച്ചും പിതാവിനെ ധിക്കരിച്ചും നടക്കുന്ന ആളുകളുണ്ട്. സ്നേഹം വെറുതെ വാക്കുകൾ മാത്രം ഒതുങ്ങുകയും വൃദ്ധസദനത്തിന്റെ അങ്കണത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന വൃദ്ധകൾ, ആ അവസ്ഥയിലേക്ക് വലിച്ചെറിയപ്പെടുന്നവർ ഒരിക്കലും രക്ഷപ്പെട്ടില്ല, ഒരിക്കലും രക്ഷപ്പെട്ടില്ല, വിജയിക്കില്ല എന്ന് പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പറയുന്നു. യാതൊരു സംശയമില്ല കാര്യത്തിൽ.
കുറച്ചുനാൾ എന്തെങ്കിലും കിട്ടിയാലും അവന്റെ ജീവിതം പോയി. അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ നൽകിയതിൽ നിന്ന് നിങ്ങൾ ചിലവഴിക്കണേ. ഇനി നിങ്ങൾ എന്ത് ചെയ്യും? ചിലവഴിച്ചില്ലെങ്കിൽ നിങ്ങളുടെ മരണം പിടിക്കുന്നതായ മരണം നിങ്ങളെ പിടികൂടുന്നതായ സമയത്ത് ഇപ്രകാരം പറഞ്ഞേക്കും. എങ്ങനെയാണ് പറയുന്നത്? എന്റെ രക്ഷിതാവേ, എന്റെ റബ്ബേ, എന്റെ തമ്പുരാനെ, എന്റെ സുട്ടാവേ, അടുത്തൊരവധി വരെ നീ എനിക്ക് എന്താണ് നീട്ടിത്തരാത്തത്? അല്പം നേരം കൂടി എനിക്ക് എന്റെ ആയുസ് തരുമോ? കുറച്ചു നാൾ കൂടി എനിക്ക് ജീവിക്കാനുള്ള അവകാശം തരുമോ? എങ്കിൽ ഞാൻ ദാനം നൽകാമേ, സജ്ജനങ്ങളുടെ കൂട്ടത്തിലാകുകയും ചെയ്യാമേ. ഞാൻ അങ്ങനെ തന്നെ എന്റെ ദാനങ്ങൾ, എന്റെ സമ്പത്തുകൾ ഞാൻ പാവപ്പെട്ടവർക്ക് കൊടുത്തോളാം. ഞാൻ നിന്നെ കീഴ്വണങ്ങി നിനക്ക് വേണ്ടി ഇബാദത്ത്, ആരാധനയിലായി മുന്നോട്ട് പോകാം. വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ വല്ലാഹു ഖബീറുൻ ബിമാ തഅമലൂൻ. ഒരാൾക്കും അയാളുടെ അവധി എത്തിയാൽ അല്ലാഹു നീട്ടിക്കൊടുക്കുകയില്ല. അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റി സൂക്ഷ്മമായി അറിയുന്നവനാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാത്തിനെ കുറിച്ചും വളരെ വ്യക്തമായി അറിയുന്നവനാണ്. നിങ്ങളുടെ സമ്പത്ത് നീ എന്തൊക്കെ തരികിട പറഞ്ഞുകൊണ്ടാണ്, എന്തെല്ലാം മുട്ടായി ന്യായങ്ങൾ പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ പൈസ കൊടുക്കാതിരുന്നത്? ഏക്കർ കണക്കിന് സ്ഥലമുണ്ട്. ഒരു നേരത്തെ ആഹാരത്തിനും വസ്ത്രത്തിനും പാർപ്പിടത്തിനും സ്ഥലമില്ലാത്തവർ നിങ്ങളോട് വന്ന് ചോദിക്കുമ്പോൾ അവന് ഭയങ്കര വിഷമമാണ്. പക്ഷേ പെടുന്നനെയാണ് അവൻ അറ്റാക്ക് വരുന്നത്, പെടുന്നനെയാണ് അവൻ ആക്സിഡന്റ് പെടുന്നത്, പെടുന്നനെയാണ് അവന്റെ ബോധം നഷ്ടപ്പെട്ടു പോകുന്നത്. അവനതാ ആക്സിഡന്റ് പെട്ടു, അവന്റെ ബോധം നഷ്ടപ്പെട്ടു, അവൻ ഈ ലോകത്ത് നിന്ന് ആരുമല്ലാത്തതായ രീതിയിൽ അവന്റെ കിടപ്പറയിലെ ബെഡ്റൂമിലേക്ക് അവനതാ നീക്കപ്പെടുകയാണ്. അപ്പോഴും അവൻ അതിൽ നിന്ന് കൊടുക്കത്തില്ല, അപ്പോഴും അവൻ അവിടെ നിന്ന് കൊടുക്കത്തില്ല. അവൻ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ അവസാനവത അവന്റെ റൂഹിനെ കൊണ്ടുപോകുമ്പോൾ അവൻ പറയുന്ന വാക്കുകളാണ് ഞാൻ ഈ പറഞ്ഞത് പരിശുദ്ധ ഖുർആനിൽ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ നീട്ടിക്കൊടുക്കുകയില്ല. അതാണ് യാഥാർത്ഥ്യം. അപ്പൊ ഈ മരണം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ നടത്തുന്നവൻ ആരാണ്? മരണം നടത്തുന്നവൻ ആരാണ്? ആ മരണം നടത്തുന്നവരാരാണെന്ന് നിങ്ങൾ സ്വമേധയാ മനസ്സിലാക്കണം. യഹോവയാണോ? അതായത് അള്ളാഹു ആണോ? യഹോവ സൃഷ്ടിക്കപ്പെട്ട പ്രവാചകന്മാരാണോ? ഇല്ലെങ്കിൽ അവതാര പുരുഷന്മാരാണോ? ഇതാരാണ്? ആരാണ് യഥാർത്ഥത്തിൽ? നമ്മൾ മനസ്സിലാക്കണം സഹോദരന്മാരെ. ഈ അല്ലാഹു സുബ്ഹാനഹു വ തആല ദൈവം തമ്പുരാൻ തന്നെയാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. ഇന്നാ ഖലഖനാകും എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് വ്യക്തമായി കാണാൻ പറ്റും. നിങ്ങളെ നമ്മൾ സൃഷ്ടിച്ചിരിക്കുന്നു, നമ്മളാണ് നിങ്ങളെ സൃഷ്ടിച്ചത്. നിങ്ങളെ നാം മരിപ്പിക്കും, നിങ്ങളെ നാം പുനർജീവിപ്പിക്കും, നിങ്ങളെ നാം വിളിച്ചു കൂട്ടപ്പെടും, വിചാരണ ചെയ്യപ്പെടും. നന്മ ചെയ്യുന്നവർക്ക് സ്വർഗവും തിന്മ ചെയ്യുന്നവർക്ക് നരകവും ഞാൻ നൽകുന്നതാണ്. എന്തിനാണ് നരകവും സ്വർഗവും അല്ലാഹു വെച്ചത്? എന്തിനാണ് വെച്ചത്? അത് അവന്റെ ഇഷ്ടമാണ്. നമുക്ക് ചോദിക്കാനോ പറയാനോ അതെന്തുകൊണ്ട് വെച്ച്? പിന്നെ ഇതൊക്കെ ഒരു ഉഡായിപ്പ് തരികടയും കൊണ്ട് നടക്കുകയാണ്. പ്രപഞ്ചം, ശാസ്ത്രം, അണ്ണാങ്കട്ട, മാങ്ങാത്തൊലി, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ എണ്ണമുണ്ട്. ഇത് പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പ് ഇങ്ങനെയാണ്, പ്രപഞ്ചത്തിന്റെ പ്രതിഭാസമാണ്, ഇങ്ങനെയൊക്കെ അങ്ങ് പോകും. മനുഷ്യനതോടുകൂടി വിസ്മരിക്കപ്പെട്ടു പോയി. ഇവിടെ വിചാരണയില്ല. ഒരു വിഭാഗം ജനങ്ങൾ അങ്ങനെ, മറ്റൊരു വിഭാഗം ജനങ്ങൾ വേറെ രീതിയിൽ ചിന്തിക്കുന്നു. واذكروا نعمة الله عليكم وميثاقه الذين وثاقكم به إذ قلتم سمعنا وأطعنا واتقوا الله إن الله عليم بذات الصدور. പടച്ച തമ്പുരാൻ തന്റെ റബ്ബായ രക്ഷകൻ ആരാണ്? ആ തന്റെ സൃഷ്ടാവ് നിങ്ങൾക്ക് ചെയ്തു തന്ന തന്റെ അനുഗ്രഹം നിങ്ങൾ ഓർക്കണേ. ഞങ്ങളിതാ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് നിങ്ങൾ പറഞ്ഞ സന്ദർഭത്തിൽ അല്ലാഹു നിങ്ങളോട്
ഉറപ്പേറിയ കരാറുകൾ വാങ്ങുകയും ഓർക്കുക. നിങ്ങൾ അല്ലാഹുവെ സൂക്ഷിക്കുക. തീർച്ചയായും അല്ലാഹു മനസ്സിലുള്ളത് അറിയുന്നവനാണ്. ആലമുൽ അർവാഹിൽ വെച്ചുകൊണ്ട് എല്ലാവരുടെയും ആത്മാക്കളെ ഒരുമിച്ച് കൂട്ടിയ സമയത്ത് ഈ രക്ഷകനായ ഇലാഹ് ചോദിച്ചിട്ടുണ്ട്, ഞാൻ നിങ്ങളുടെ റബ്ബല്ലയോ? അവരെല്ലാവരും ആത്മാക്കൾ പറഞ്ഞു, അതെ, നീ ഞങ്ങളുടെ രക്ഷകനാണ്. ആത്മാക്കളെല്ലാം സമ്മതിച്ച കാര്യം. പക്ഷെ പിന്നീട് ഈ ആത്മാക്കളെല്ലാം വ്യതിചലിച്ചു. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യുക? വിശ്വാസിയാകുക. അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ ഒത്തിരി അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്, മറ്റുള്ളവർക്ക് അനുഗ്രഹങ്ങളും നൽകിയിട്ടുണ്ട്. പക്ഷേ പെടുന്നനെ ആ അനുഗ്രഹങ്ങളെ അല്ലാഹു അങ്ങ് പിടിക്കുകയാണ്. വളരെയധികം സന്തോഷത്തോടുകൂടി ജീവിച്ചിരുന്ന കാലഘട്ടം ഞാനും നിങ്ങളും ഇന്നിതായി സുപ്രഭാതത്തിൽ രാത്രിയിൽ ഉറങ്ങാനായി കിടക്കുകയാണ്. നമുക്കുറക്കം തന്ന തമ്പുരാൻ നമ്മളതാ ഉറക്കത്തിന്റെ ലഹരിയിലേക്ക് അങ്ങ് പോകുകയാണ്. എല്ലാം മറന്നുകൊണ്ട് നമ്മുടെ കണ്ണുകളതാ ഉറക്കത്തിന്റെ ചുളിവിലതാ കണ്ണുകൾ മറഞ്ഞുപോയി മരണമെന്ന് പറയുന്ന ഉറക്കത്തിലേക്ക് വീണുപോയി. എല്ലാവരും നിശബ്ദതയുടെ നിശീതിനിയിൽ തന്റെ AC റൂമിൽ കിടന്നുറങ്ങുന്നവർ, ഫാനിന്റെ അടിയിൽ കിടന്നുറങ്ങുന്നവർ, ജനലുകൾ തുറന്നിട്ടുറങ്ങുന്നവർ, അതാ പാട്ട് കേട്ടുറങ്ങുന്നവർ, സിനിമാ ഗാനങ്ങൾ കേട്ടുറങ്ങുന്നവർ, ഖുർആനിന്റെ ആയത്തുകൾ കേട്ടുറങ്ങുന്നവർ എന്ന് വേണ്ട ഓരോ രീതിയിലുള്ള വകുപ്പുകൾ അനുസരിച്ച് തന്റെ ഇയർഫോൺ ചെവിയിലേക്ക് കുത്തിക്കൊണ്ട് പല രീതിയിൽ അതാ കിടന്നുറങ്ങുന്നതായ സന്ദർഭത്തിലാണ് അങ്ങകലെ നിന്നൊരു ശബ്ദം കേൾക്കുകയാണ്. അങ്ങകലെ നിന്നും ഘോരമായ ഭീകരമായ ഒരു ശബ്ദം കേൾക്കുകയാണ്. എന്തോ സംഭവിക്കാൻ പോകുകയാണ്. അതാ വിളിയാളം ഉണ്ടാകുകയാണ്. ആളുകളതാ പരിഭ്രാന്തരാകുകയാണ്. ഭയങ്കരമായ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ. അതാ വെള്ളം വീടിന്റെ മുറ്റത്ത് വന്നു കഴിഞ്ഞു, റൂമിൽ വന്നു കഴിഞ്ഞു. സെക്കൻഡുകൾക്കുള്ളിൽ അതാ അകലെയുള്ള ഭൂമിയുടെ അകത്തളങ്ങളിൽ ഉണ്ടായിരുന്ന വെള്ളമതാ അത് പുറത്തേക്ക് തള്ളിക്കൊണ്ട് സെക്കൻഡുകൾക്കുള്ളിൽ വീട്ടിന്റെ ഉള്ളിലേക്ക് വന്നപ്പോൾ അവിടെ നിന്നൊരു സഹോദരി വിളിച്ചു പറയുകയാണ്. ഒരു സഹോദരി വിളിച്ചു പറഞ്ഞ വാചകങ്ങൾ വളരെയധികം ശ്രദ്ധയോടുകൂടി നമ്മുടെ കാതുകളിലും നമ്മുടെ കണ്ണുകളിലും നമ്മൾ കേട്ടതാണ്. അത് നമ്മൾ കണ്ടില്ല എങ്കിൽ പോലും ആ ശബ്ദത്തിന്റെ പ്രതിധ്വനി നമ്മുടെ കാതുകളിലൂടെ പ്രതിധ്വനിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതാ വെള്ളം എന്റെ വീടിന്റെ മുന്നിൽ വന്നു, എന്നെ ഒന്ന് രക്ഷപ്പെടുത്തുമോ? ആരോട് ചോദിച്ചു? ആരോടാണ് ചോദിച്ചത്? ഏതോ എവിടെയോ ഉള്ള ഒരു മനുഷ്യനോടാണ് ചോദിക്കുന്നത്, രക്ഷപ്പെടുത്തുമോ? അവനെന്ത് ചെയ്യാൻ പറ്റും? ഒരുപക്ഷെ അവന്റെ ആ സ്ത്രീയുടെ റിലേഷനിൽപ്പെട്ട ആളായിരിക്കാം, ഒരുപക്ഷെ ബ്രദർ ആയിരിക്കാം. പെട്ടെന്ന് വിളിക്കുകയാണ്, എന്നെ ഒന്നൊന്ന് രക്ഷപ്പെടുത്തുമോ? വരാൻ പറ്റുമോ? ഒരിക്കലുമില്ല. ആ സമയം നിശ്ചയിക്കപ്പെട്ട സമയമായിരുന്നു. അജൽ എത്തിയ സമയമായിരുന്നു. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മരണമെന്ന് പറയുന്നതിൽ അല്പസങ്കടമുണ്ട്, വേർപാട് ദുഃഖങ്ങളിലാണ്. പക്ഷേ മറ്റൊരു രീതിയിൽ അല്ലാഹു അവരെ ആയുസ്സിനെ ചുരുക്കി പെട്ടെന്ന് തന്നെ അവന്റെ സന്നിധിയിലേക്ക് വിളിച്ചപ്പോൾ, ഏത് രീതിയിൽ വിളിക്കുമ്പോൾ ആ വിളിക്കുന്ന രീതിക്ക് ചില പ്രാധാന്യം, ചില പ്രതിഫലം അല്ലാഹു നൽകിയിട്ടുണ്ട്. വിശുദ്ധമായ ഹദീസിലൂടെ നമുക്കത് വളരെ വ്യക്തമായി കാണാവുന്നതാണ്. വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നവർ, അതുപോലെ തന്നെ പ്രകൃതിയുടെ ഏതെങ്കിലും ദുരിതത്തിൽ അവന്റെ അദാബിലൂടെയും പരീക്ഷണത്തിലൂടെയും തീയിൽ വീണ് മരിക്കുന്നവർ, വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നവർ, ഇതൊരു തരത്തിൽ വെള്ളം തന്നെയല്ലയോ? ഈ വെള്ളത്തിന്റെ കൂടെ ചേറും കൂടി വന്നു എന്നാണ് പ്രത്യേകത. വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നവർ ഷഹീദാണ്, ശുഹദാഇന്റെ പ്രതിഫലമാണ്. ഒരു രീതിയിൽ മറ്റുള്ളവർ അവരുടെ കാര്യത്തിൽ അസൂയപ്പെടേണ്ടവരാണ്. കാരണം അവർ ഷഹീദായി പോയി. ഈ ഷഹീദിനെ വ്യാഖ്യാനിക്കുവാനും അതിനെ എന്ത് ചെയ്യാം, മറ്റു രീതിയിൽ ചർച്ച ചെയ്യുവാനും
കുശാഗ്ര ബുദ്ധികളായ ആളുകൾ ഉണ്ടാകും. ഓ, ദൈവം ഇങ്ങനെയൊക്കെ, എന്തിനാ പിന്നെ ജീവൻ കൊടുത്തത്? ഇത് ക്രൂരമായ ദൈവമായി പോയി. ഇതാണ് നിങ്ങളുടെ രക്ഷകൻ. നിങ്ങൾ അള്ളാന്റെ വലിയ ആൾക്കാരാണല്ലോ, അള്ളാഹ് എന്താ ഇങ്ങനെയൊക്കെ ചെയ്തത്? സഹോദരന്മാരെ, നമുക്കൊന്നും ഒന്നുമല്ല. മനുഷ്യൻ വളരെ നോർമലായിട്ട്, കാരണം തീരെ അശക്തനായിട്ടാണ് അവനെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അവന് പിടിച്ചു നിർത്താൻ പറ്റും. അല്ലെങ്കിൽ ആ സഹോദരന്, കേട്ട സഹോദരന് വന്നുകൊണ്ട് രക്ഷപ്പെടുത്താൻ പറ്റില്ല. എന്തായാലും പ്രിയമുള്ളവരെ, നിങ്ങൾ എന്ത് ചെയ്യണം? പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യണേ? നിങ്ങൾക്ക് ഞാൻ നൽകിയതായ അനുഗ്രഹത്തെ നിങ്ങൾ ഓർക്കണേ. നിങ്ങൾ എനിക്ക് വേണ്ടി ആരാധന ചെയ്യണേ. എന്നെയാണ് ആരാധിക്കാൻ. ഞാൻ ആരെയും എന്നെ ആരാധിക്കാൻ ഏർപ്പാട് ചെയ്തിട്ടില്ല. എന്നെ ആരാധിക്കാൻ മറ്റുള്ളവരെ എന്തിനാ ഏർപ്പാട് ചെയ്യണം? ഇനി ഞാനുള്ളപ്പോ പിന്നെ എന്തിനാ? ഒരു മുതലാളി മറ്റൊരു മുതലാളിയുമായിട്ട് ഒരിക്കലും ചേരുകയില്ല. ഒരു ഭർത്താവിനെ പങ്കുകാരനാക്കാൻ ഒരു ഭാര്യയ്ക്ക് തന്റെ ഭർത്താവിനോട് കൂടെ, അതായത് രണ്ട് ഭാര്യമാർ ഉള്ള ഒരു ഭർത്താവ് ഒരിക്കലും മറ്റൊരാളുമായി പങ്കു ചേർക്കുന്നത് ഒരു പെണ്ണിന് ഇഷ്ടമല്ല. വിശ്വാസത്തിന്റെ കാര്യത്തിൽ അള്ളാഹുവിനെ മറ്റൊന്നിലേക്ക് പങ്കു ചേർക്കുന്നത് ഒട്ടും ഇഷ്ടമുള്ള കാര്യമല്ല. നിങ്ങളിങ്ങനെ ജീവിച്ചോളൂ, നിങ്ങളെ ഞാൻ പിടിക്കപ്പെട്ടു. അന്ന് നിങ്ങൾക്കെല്ലാം മനസ്സിലാകും. അതുകൊണ്ട് അള്ളാഹു ആരാണെന്നും സൃഷ്ടി ആരാണെന്നും പ്രവാചകന്മാരാരാണെന്നും പ്രവാചകന്മാരെ എന്തിനു നിയോഗിച്ചുവെന്നും അവരുടെ ദൗത്യം എന്തായിരുന്നുവെന്നും നമ്മൾ ഓരോരുത്തരും ഗ്രന്ഥങ്ങളിലൂടെ പഠിക്കേണ്ടിയിരിക്കുന്നു. സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി നിലകൊള്ളുന്നവരും നീതിക്ക് സാക്ഷ്യം വഹിക്കുന്നവരുമായിരിക്കുക. ഒരു ജനതയോടുള്ള അമർഷം നീതി പാലിക്കാതിരിക്കാൻ നിങ്ങൾക്ക് പ്രേരകമാകരുത്. നിങ്ങൾ നീതി പാലിക്കുക. അതാണ് ധർമ്മനിഷ്ഠയോട് ഏറ്റവും അടുത്തത്. നിങ്ങൾ അല്ലാഹുവെ സൂക്ഷിക്കുക. തീർച്ചയായും നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ചെല്ലാം പടച്ച തമ്പുരാൻ സൂക്ഷ്മമായി അറിയുന്നവനായി. നമ്മൾ ഇബാദത്തിൽ ധന്യരായവരുണ്ടായിരുന്നു, ഖുർആൻ പാരായണം നടത്തിയവരുണ്ടായിരുന്നു, നിസ്കരിക്കുന്നവരുണ്ടായിരുന്നു, ചർച്ചുകളിൽ കുർബാനയിൽ പങ്കെടുക്കുന്നവരുണ്ടായിരുന്നു, അടുത്തുള്ള ടെമ്പിളിൽ പോയി പൂജ നടത്തിയവരുണ്ടായിരുന്നു. പക്ഷെ എല്ലാവരും സ്മൃതിയിലേക്ക് ആകപ്പെട്ടു. ഈ ലോകത്ത് നിന്നും അവരുടെ ജീവിതം അവസാനിച്ച് മറ്റൊരു ലോകത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിലുള്ള ജീവിതത്തിലേക്ക് അവർ പോയി. ഇതിനു മുമ്പും ഭൂകമ്പം, പ്രകൃതിക്ഷോഭങ്ങൾ, അതായത് ഉരുൾപൊട്ടൽ,